സർവശക്തനായ കർത്താവായ യേശു നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. പാപമോചനവും വിജയവും യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. തിരുവചനത്തിൽ നാം കാണുന്നു, കർത്താവിന്റെ കൂടെ പറുദീസയിലേക്ക് പോയ ഒരു മനുഷ്യൻ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടാകാം, കർത്താവിന്റെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളനെ എന്തിനാണ് ദൈവമായ യേശു പറുദീസയിലേക്ക് കൊണ്ടുപോയത്? ഇതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ: ദൈവം പാപത്തെ വെറുത്ത പാപിയെ സ്നേഹിക്കുന്നത് കൊണ്ട്. സ്നേഹമുള്ളവരെ, പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഏതു മാരകമായ പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെയും പുതുജീവൻ പകരുവാൻ ഈ ദൈവത്തിന് സാധിക്കും. ഇവിടെ കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി കള്ളൻ അനുതപിക്കുകയാണ്: യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അവൻ യേശുവിനെ കണ്ടപ്പോൾ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലെ തെറ്റുകളെ പറ്റി അവന് ബോധ്യമുണ്ടായി. യേശുവാകുന്ന സത്യത്തിലൂടെ അവൻ നോക്കിയപ്പോൾ പാപക്കറകൾ നിറഞ്ഞ സ്വന്തം ജീവിതം അവൻ വ്യക്തമായി കണ്ടു. അതുകൊണ്ടാണ് അവൻ അനുദപിച്ചത് കൊണ്ടാണ് അവന് യേശു രക്ഷ വാഗ്ദാനം നൽകിയത്. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലായിരിക്കും. സ്നേഹമുള്ളവരെ, യേശു അവന് രക്ഷ നൽകുന്നതിന് മുമ്പ് സമൂഹവും വീട്ടുകാരും അവനെ കള്ളൻ എന്ന് മുദ്ര ചെയ്തിട്ടുണ്ടാവും. എന്നാൽ എപ്പോഴാണ് അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് അവന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞത്, അപ്പോൾ മുതൽ അവൻ ദൈവ മകനായി മാറി. കള്ളൻ എന്ന പേര് അവന് മാറി. സ്വർഗത്തിലെ അവകാശി എന്ന പേര് അവൻ നേടിയെടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, നാം പാപികളായിരിക്കെ യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. നമ്മുടെ പാപത്തിന് പരിഹാരമായി തന്റെ രക്തം ചിന്തി നമ്മെ അവിടുന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുതപിക്കുക. കാരണം നീ ഇനി പാപത്തിന്റെ അടിമയല്ല, നീ ദൈവത്തിന്റെ മകനും മകളുമാണ്. നീ ഇനി പാപത്തിൽ മരിക്കേണ്ടവനല്ല, പിന്നെയോ നീ യേശുവിനോടൊപ്പം ഉയർപ്പിന്റെ രക്ഷ പ്രാപിക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് തിരുവചനം വ്യക്തമാക്കുന്നത്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നല്ല കള്ളന്റെ കുറവുകൾ ക്ഷമിച്ച ദൈവം ഇന്ന് നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കും. നമുക്ക് പറയാം, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ രക്ഷകനായി ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ പൂജിക്കുന്നു. യേശുവേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ. എൻ്റെ മുറിവുകൾ അവിടുന്ന് ഇന്ന് മായ്ക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എൻ്റെ ഈശോ മാത്രം. എൻ്റെ യേശുവേ, എൻ്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എൻ്റെ ഈശോ മാത്രം. എൻ്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എൻ്റെ ഈശോ മാത്രം. എൻ്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എൻ്റെ ഈശോ മാത്രം. യേശുവിന്റെ സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോൾ ഉള്ളം നിറയുന്നു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ,
ഈശോയെ 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 എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ കർത്താവേ എന്നാത്മാവിൽ രക്ഷകനായി ഞാൻ അങ്ങേ പൂജിക്കുന്നു. നമ്മുടെ വേദന അറിയുന്ന നമ്മുടെ കർത്താവ് അവിടുന്ന് നമ്മുടെ യാതനകൾ അകറ്റുന്നു. കർത്താവായ യേശുവിനോട് നമുക്ക് പറയും, കർത്താവേ, എന്നെ സ്നേഹിക്കുന്ന അങ്ങേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. ഈശോയെ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ അവിടുന്ന് അകറ്റണമേ. യേശുവേ, എന്റെ വേദനയറിയുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ വേദനയറിയുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ യാതനയകറ്റുന്നവൻ എന്റെ ഈശോ മാത്രം. ഈശോയെ ഈശോയെ എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാത്മാവിൽ രക്ഷകനായി ഞാൻ അങ്ങേ പൂജിക്കുന്നു. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. നമുക്ക് കർത്താവിനോട് പറയും, കർത്താവേ, എന്റെ കണ്ണുനീരൊപ്പുന്ന ദൈവം അവിടുന്ന് മാത്രമാണ്. എന്റെ ജീവിതത്തിന് വഴിതെളിക്കുന്നത് ദൈവവും അവിടുന്ന് തന്നെ. ഞാൻ അങ്ങേ സ്നേഹിക്കുന്ന കർത്താവേ, യേശുവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് ഇന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിരിക്കണമേ. എന്റെ മിഴിനീർ തുടയ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എൻ്റെ യേശുവേ, എന്റെ മിഴിനീർ തുടയ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ വഴികൾ തെളിക്കുന്നവൻ എൻ്റെ യേശു. എന്റെ ഈശോ മാത്രം. ആമേൻ. ഹല്ലേലൂയ. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മായ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, എൻ്റെ യേശുവേ, നിന്നെ ഓർക്കുമ്പോൾ ഉള്ളം നിറയുന്നു. എൻ്റെ കർത്താവേ, സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോൾ ഉള്ളം നിറയുന്നു. യേശുവേ, ഈശോയെ ഈശോയെ എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാത്മാവിൽ രക്ഷകനായി ഞാൻ അങ്ങേ പൂജിക്കുന്നു. ഇന്ന് കർത്താവായ യേശുവിൻ്റെ കരുണയും സ്നേഹവും അനുഗ്രഹവും ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകലരിലും കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.